നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 92. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 92. പ്രഥമ സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകമാണെന്ന് പറയേണ്ടത്. മാമം സ്ഥാഹേതി അതാശ്ചര്യം സർവാശ്ചര്യമയേ അച്യുതേ യയിദം മായയാ ദേവ്യാ സൃജത്യവതീ ഹന്ത്യചാം. മാമം സ്ഥാഹേതി യത് ആശ്ചര്യം സർവാശ്ചര്യമയേച്യുതാം യയിദം മായയാ ദേവ്യാ സൃജത്യവതി ഹന്ത്യചാം. ജനനമില്ലാത്ത യാതൊരുത്തൻ മായാദേവിയാൽ ഈ വിശ്വത്തെ സൃഷ്ടിക്കുന്നു. മായാദേവിയാലാണ് ഈ വിശ്വം സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, ഹനിക്കുന്നു. സർവാശ്ചര്യസ്വരൂപനായ ശ്രീകൃഷ്ണനിൽ ഇത് അത്ഭുതമാണെന്ന് വിചാരിക്കരുത്. അത്ഭുതമാണ്. ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം, അത് ഭാവാർത്ഥം, ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം ശമിപ്പിച്ചത് ആശ്ചര്യപ്പെടുവാൻ യോഗ്യങ്ങളായ അനന്തഗുണങ്ങളോടുകൂടിയ ശ്രീകൃഷ്ണനിൽ അത്ഭുതപ്പെടുവാൻ തക്കതായ ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കേണ്ട. അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത് ആരാ എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ടാക്കിയേണ്ട വിഗ്രഹമല്ല അത്. ആ വിഗ്രഹത്തിനെ വിശേഷേണ ഗ്രഹിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരു ചൈതന്യം വേണം. ആ ചൈതന്യമാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞത്, ശിവൻ എന്ന് പറഞ്ഞത്, ശ്രീരാമചന്ദ്രസ്വാമി എന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനാണ് പറഞ്ഞത്. അതിനെ വ്യവഹരിക്കാൻ കഥകൾ പറയണു. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തെ ഈ വിധം ശമിപ്പിച്ചത് ആശ്ചര്യപ്പെടുവാൻ യോഗ്യങ്ങളായ അനന്തഗുണങ്ങളോടുകൂടിയ ശ്രീകൃഷ്ണനിൽ അത്ഭുതപ്പെടുവാൻ തക്കതായ ഒരു പ്രവൃത്തിയാണെന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മാദികളായ വികാരങ്ങൾ ഇല്ലാത്തവനും. അപ്പോൾ പിന്നെ ഇങ്ങനെ അവതാരമുണ്ട്. അതായത് മായയെ ഉപോത്ഫലകമായിട്ടാണ്. ഭഗവാൻ ആസിറ്റീസ് നിരാകാരനാണ്. ഇതറിയാതെ കണ്ട് അല്ലേ ചിലവർ വണ്ണക്കണ്ണൻ്റെ പ്രതിമ എടുത്ത് നടക്കണു, ചിലവർ പഞ്ചലോഹം കൊണ്ടുള്ള വിഗ്രഹങ്ങൾ എടുത്ത് നടക്കണു, അഞ്ജനശിലയിലുള്ള ഗുരുവായൂരപ്പനെ കാണാൻ ലക്ഷങ്ങൾ ക്യൂവിൽ നിൽക്കണു. ഈ അറിവ് എന്നുള്ളത് ആരുടെയും ഞാൻ പറയുക, ആരുടെയും സ്വന്തമല്ല. അത് ആർജിക്കേണ്ടതാണ്. ആ അറിവ് ആർജിച്ചാൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ജന്മാദികളായ വികാരങ്ങളില്ലാത്തവനും തൻ്റെ മായാശക്തിയാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനുമാകുന്നു. അപ്പോൾ ഈ മായാശക്തിയാൽ സൃഷ്ടിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഭാരതം എന്നൊരു സ്ഥലം, അതിൽ കേരളം എന്നൊരു സ്റ്റേറ്റ്, അതിൽ ഗുരുവായൂർ എന്നുള്ളൊരു ക്ഷേത്രം. അപ്പോൾ ആധികാരികമായിട്ട് സംസാരിക്കുമ്പോൾ ഭാഗവതം നമ്മൾ പഠിച്ചിട്ട് വേണം സംസാരിക്കാൻ. ആധികാരികത, അത് മന്ത്രമാണെങ്കിലും ശരി, തന്ത്രമാണെങ്കിലും ശരി. ആധികാരികത വേണം. ഭാഗവതം എന്തു പറയണം? 17-ാമത്തെ ശ്ലോകം.
ബ്രഹ്മതേജോ വിനിർമുക്തൈർ ആത്മജൈ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇതം ആഹപൃഥാ സധി. ബ്രഹ്മതേജോ വിനിർമുക്തൈ ആത്മജൈ സഹ കൃഷ്ണയാ പ്രയാണാഭിമുഖം കൃഷ്ണം ഇതം ആഹപൃഥാ സധി. അത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഉണ്ടല്ലോ, അതിലേറെ കടിച്ചതിനേക്കാളും വലുതാ മടയിലെന്ന് പറഞ്ഞ കൂടുതലാണ്. അതിൽ വാക്കാർത്ഥം പറഞ്ഞിട്ടില്ല, നേരെ ഭാവാർത്ഥം പറയാം. അല്ലാണ്ട് പിന്നെ വാക്കാർത്ഥം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈക്വൽ ടു എന്ന് എന്തായാലും കണ്ടുപിടിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് മോചിക്കപ്പെട്ട പുത്രന്മാരോടും, അതായത് പാണ്ഡവന്മാരോടും പാഞ്ചാലിയോടും കൂടിയ പതിവ്രതയായ കുന്തി. നോക്കൂ, പതിവ്രതയായ കുന്തി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാണ്ഡു മഹാരാജാവിനാണ് കുന്തി ദേവി വിവാഹം കഴിച്ചത്. അദ്ദേഹത്തിനൊരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താ? സ്ത്രീ സംഘം ചെയ്യാൻ പാടില്ല എന്ന്. സ്ത്രീ സംഘം ചെയ്താൽ തല പൊട്ടിത്തെറിച്ച് പോകുന്ന. എന്നാൽ അദ്ദേഹം രണ്ടാളെ വിവാഹം കഴിച്ചു എന്നാ. ഒന്ന് കുന്തി ദേവീനും പിന്നെ ഒന്ന് മാദ്രീനും, മാദ്രാധിപൻ്റെ മകളേനും. പിന്നെയാണ് കഥയുടെ ചുരുളഴിയണത്. ഈ കുന്തി ദേവിക്ക് 4 മന്ത്രം, 5 മന്ത്രം കിട്ടിയിട്ടുണ്ട്. 5 മന്ത്രം കിട്ടിയിട്ടുണ്ട്. 5 മന്ത്രം ആരെ വിചാരിച്ച് ജപിക്കണോ അവർ പ്രത്യക്ഷമാവും, അതിൽ കുട്ടികളുണ്ടാവുന്ന. അപ്പോൾ ആദ്യം ഒന്ന് കുമാരി ഭാവത്തിൽ തന്നെ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യനെയാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് സൂര്യപുത്രനായിട്ട് കർണനുണ്ടായി. ആ കർണനെ ഒരു പേടകത്തിലാക്കിയിട്ട് ഒഴുക്കി. അത് രാധേയൻ എന്നുള്ള ഒരു സൂതന് കിട്ടി. പിന്നത്തെ കഥ നിങ്ങൾക്ക് അറിയാം, വേണമെങ്കിൽ അറിയാം, വേണമെങ്കിൽ വേണ്ട. പിന്നെയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ചപ്പോഴാണ് ഈ സംഗതി മനസ്സിലാവുന്നത്. അപ്പോൾ പാണ്ഡുവിനോട് പറയാണ്, എനിക്കിങ്ങനെ ഒരു 4 മന്ത്രം കിട്ടിയിട്ടുണ്ട്. 5 പറഞ്ഞില്ല, 4 കിട്ടിയിട്ടുണ്ട്, ഞാനത് പ്രയോഗിക്കട്ടെ എന്നായി. അപ്പോൾ ആദ്യത്തെ പിന്നെ സൂര്യപുത്രനായിട്ട് പോയി. പിന്നെയാണ് യമധർമ്മരാജാവിനാണ് അവരെ മനസ്സിൽ വിചാരിച്ചത്. അങ്ങനെയാണ് ധർമ്മപുത്രരുണ്ടായത്. പിന്നെ രണ്ടാമതുണ്ടായത് വായുഭഗവാൻ, അത് ഭീമനായി. പിന്നെ മൂന്നാമത് ഇന്ദ്രനെയാണ് അവർ മനസ്സിൽ വിചാരിച്ചത്. അപ്പോൾ ഇന്ദ്രൻ്റെ പുത്രനായിട്ട് അർജുനനും വന്നു. അപ്പോൾ 3 കുട്ടികളായി. ഒന്ന് പുറക്കാത്ത മകൻ ആദിത്യം ഉണ്ട്, 4 ഇനി ഒരു മന്ത്രം ബാക്കിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പാണ്ഡു പറഞ്ഞു, മാദ്രിക്ക് കുട്ടികളില്ലല്ലോ, നീ മാദ്രിക്ക് ഉള്ളൊരു ബാക്കിയുള്ളതൊന്നും അവൾക്ക് കൊടുക്കൂ. കൊടുത്തു. അവർ അശ്വിനി ദേവന്മാരേനെ മനസ്സിൽ കരുതിയത്. അശ്വിനി ദേവന്മാർ അവർ സഹോദരങ്ങരാ, ട്വിൻസാണ്. അപ്പോൾ അവർക്ക് നകുലനും സഹദേവനും ഇങ്ങനെ 2 ആളുണ്ടായി. അപ്പോൾ 5. അപ്പോൾ ഇങ്ങനെ 4 ദേവതമാരെ പ്രത്യക്ഷപ്പെടുത്തി കുട്ടികളുണ്ടായിട്ടും ഇവിടെ എന്താ പറഞ്ഞത്? പതിവ്രത. അപ്പോൾ മന്ത്രം കൊണ്ടുണ്ടാവണത് വ്യഭിചാരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സാധാരണക്കാരന് ഇതൊക്കെ തെറ്റിദ്ധാരണ വരും. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ളതിനൊന്നും ചളിയില്ല. ഇത് കഥ പറയാണ്. ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു തന്നെ നിരാകാരനാണ്, അച്ഛനുമില്ല അമ്മയുമില്ല. അപ്പോൾ ഇതൊന്നും അറിയാതെ കൊണ്ട് ഈ ബൊമ്മ എടുത്ത് നടന്നിട്ട് ഞാനെല്ലാം തികഞ്ഞവരാന്ന് പറഞ്ഞ് യൂട്യൂബിൽ കാശുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ വെച്ചിട്ട് കാശുണ്ടാക്കണം. അവർക്ക് പാവങ്ങളൊന്നും അറിയില്ല. അപ്പം നമ്മൾക്കൊരു ബേസ് വേണം. ആ ബേസ് ഭാഗവതാവട്ടെ. അപ്പോൾ ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ സംസാരിക്കണം. അത് മറ്റുള്ളവർക്ക് ഉപകാരമാവും. അപ്പോൾ പറഞ്ഞു, പതിവ്രതയായ കുന്തി പോവാൻ ഒരുങ്ങി നിൽക്കുന്ന കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം എന്താ? ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശ്രീകൃഷ്ണനാൽ രക്ഷിക്കപ്പെട്ട പുത്രന്മാർ. അപ്പോൾ ഈശ്വരന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടെങ്കിലും നമ്മൾ ഈശ്വരനെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശിവനാണ്,
അല്ലെങ്കിൽ ഭഗവതിയാണ്, ഭദ്രകാളിയാണ്, മഹാലക്ഷ്മിയാണ്, ഭുവനേശ്വരിയാണ്. വല്ലതും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പം ഭഗവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോക്ഷം തരാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് പറിച്ചു വെറ്റ് പന്തരകുലത്തിലെ പാക്കനാരുടെയും പിന്നെ എന്താ പറയുക നാരായണത്ത് വരാന്തൻ്റെയൊക്കെ കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആര് വേണം? ഭദ്രകാളി ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് ദക്ഷയാഗം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഉണ്ടായതൊക്കെ നശിക്കും. അപ്പോൾ ഭദ്രകാളി നശിക്കും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ? മഹാപ്രളയം വരുമ്പോൾ ഇവരൊക്കെ നശിക്കും. പക്ഷെ ആരും നശിക്കില്ല, അച്യുതൻ നശിക്കില്ല. ആ അച്യുതനാണ് ബ്രഹ്മമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലാണ്ട് ഭദ്രകാളിയല്ല. ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്റ്റ്, ഞാൻ കടപ്പുറമ്പത്തുകാവിൽ അമ്മയുടെ എന്താ പറയുക ദാസനാണ്. അതായത് എൻ്റെ തട്ടകത്തമ്മയാണ്. ഞാൻ എല്ലാ ദേവീദേവന്മാരെയും ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഞാൻ ഉപാസിക്കുന്നത് ആരെയാണ്? ശ്രീകൃഷ്ണനെ. എന്നാൽ ഞാനൊരു സപ്താഹാചാര്യൻ എന്നുള്ള നിലയ്ക്ക് പഞ്ചലോഹം കൊണ്ട് വാർത്തിട്ടുള്ള കണ്ണാടി ബിംബം ഭഗവതിയുടെ ഞാൻ വെച്ച് ആരാധിക്കുന്നുള്ളത് വേറെ. അപ്പോൾ നമ്മളൊക്കെ നശ്വരങ്ങളാണെന്നും അനശ്വരമായ അത് ആര് മാത്രമേ ഉള്ളൂ? ഭഗവാൻ വിഷ്ണു മാത്രമേ ഉള്ളൂ. ആ വിഷ്ണുവിൻ്റെ പര്യായങ്ങളാണ് കൃഷ്ണൻ, രാമൻ എന്നൊക്കെ. അപ്പോൾ നമ്മളൊരു ഉപാസനയ്ക്ക് തിരഞ്ഞെടുക്കുന്നതും വിവരം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് വേണം? ഉയരങ്ങളിലേക്ക് പോകണം, അല്ലാണ്ട് താഴ്ന്ന പടിയിൽ തന്നെ നിൽക്കരുത്. പിന്നെ എല്ലാറ്റിലും ഈ ഉത്തമം, മധ്യമം, അധമം അത് പ്രധാനമാണ്. അപ്പോൾ ഏത് മൂർത്തിനെയാണ് നമ്മൾ ആരാധിക്കണത്? നമ്മുടെ ആരാധന ഉത്തമാണോ, മധ്യമാണോ, അധമാണോ? ഉത്തമമായിരിക്കണം. അധമും മധ്യമവും ആവരുത്. കാരണം രണ്ട് സമാന്തര രേഖകൾ കൂട്ടിമുട്ടില്ല. എന്നാൽ രണ്ട് കമ്പികൾ, ഒരു കമ്പിയിൽ കമ്പി ത്രസിച്ചാൽ രണ്ടാമത്തെ കമ്പി സമാന്തരമുള്ള കമ്പി ത്രസിക്കും. അപ്പോൾ വേവ് ലെങ്ത് മാച്ചാവണോ? സാത്വിക ഗുണനിധികളായിരിക്കണം. അല്ലാതെ കണ്ട് ഭദ്രകാളി മാംസം കഴിക്കണോ അല്ലെങ്കിൽ മദ്യം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനും മദ്യം കഴിക്കണം അല്ലെങ്കിൽ ഞാനും മത്സ്യമാംസം കഴിക്കണമെന്ന് പറഞ്ഞത് ചണ്ടാളത്തരാണത്. ചണ്ടാളൻ എന്നുള്ളത് ഒരു സ്വഭാവമാണ്, അല്ലാണ്ടൊരു ജന്മം കൊണ്ടുണ്ടാവണതല്ല. അത് പിന്നെ ഈ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര എന്ന് പറയുമ്പോൾ ചണ്ടാള ബ്രാഹ്മണൻ, ചണ്ടാള പിന്നെ എന്താണെന്ന് പറയാം ക്ഷത്രിയൻ, ചണ്ടാള വൈശ്യൻ, ചണ്ടാള ശൂദ്രൻ. എന്താ അങ്ങനെ വരാൻ കാരണം? എല്ലാവർക്കും ചണ്ടാളൻ്റെ സ്വഭാവം വന്നാൽ ചണ്ടാളനായി. അല്ലാണ്ട് ഒരു ഹീനജാതി അല്ല, അതൊരു സ്വഭാവമാണ് ചണ്ടാളം എന്നുള്ളത്. ഇതൊന്നും മനസ്സിലാവാണ്ട് നമ്മൾ ഇരുട്ടത്ത് തപ്പിയിട്ട് എന്താ കാര്യം? അപ്പോൾ കുന്തി ഉവാച, അടുത്ത ശ്ലോകം 18. നമസ്യേ പുരുഷം ത്വാത് ആദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർ അവസ്ഥിതം. നമസ്യേ പുരുഷം ത്വാ ആദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സകല ഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും സ്ഥിതി ചെയ്യുന്നവനും കാണപ്പെടുവാൻ കഴിയാത്തവനും. ഇനി എന്താ പറയുക? ഈ കാണപ്പെടുവാൻ കഴിയാത്തവെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പ്രതീകത്തിനെടുത്ത് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ, നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ എനിക്കും കാണാൻ പറ്റില്ല, നിങ്ങൾക്കും കാണാൻ പറ്റില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാം. ഞാൻ മണ്ണായി തീർന്നാൽ ഞാൻ മണ്ണിൻ്റെ അടിയിലാവും, ഞാൻ ചാരായാൽ ഞാൻ ഒരു പിടി ചാരാവും, നിങ്ങളും അതെ. അപ്പോൾ അതുവരെ നമുക്ക് കാണാം. അതുവരെ കാണണത് എന്തുകൊണ്ടാണ്? എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ പ്രാണസ്വരൂപനായിട്ട് ഉണ്ട്. ആ പ്രാണസ്വരൂപനെ തന്നെയാണ് പ്രേമസ്വരൂപനായിട്ടും ജ്ഞാനസ്വരൂപനായിട്ടും നിരാകാരനായിട്ടും ഒക്കെ നമ്മൾ കാണേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് കാണപ്പെടുവാൻ. അപ്പോൾ ഈ എടുത്തു നടക്കുന്നത് ബുദ്ധിയില്ലായ്മ എന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാണ്ടൊന്നുമല്ല. എനിക്കിപ്പോൾ അതിൽ അവർക്ക് ഭാരം ഇല്ലെങ്കിൽ വേണ്ട, ആയിക്കോട്ടെ,
പക്ഷേ അവിടെ ആ ഒരു അവസ്ഥ നമ്മളെ എവിടെ എത്തിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ കഴിയാത്തവനും പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനും പ്രകൃതിയുടെ നിയന്താവും നിയാമകനുമായിരിക്കുന്നത് പ്രകൃതിയുടെ ശക്തിയാവില്ല, പ്രകൃതിയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ നിയന്താവും പരിപൂർണനും ആദിയിലുള്ളവനും എവർ എക്സിസ്റ്റിംഗ് എന്നർത്ഥം, അച്ഛനമ്മയില്ല, അങ്ങയെ നമസ്കരിക്കുന്നേൻ എന്ന് കുന്തിദേവി പറഞ്ഞു. അതിൻ്റെ പരിഭാഷ ശ്രദ്ധിക്കുക. സകല പ്രാണികളുടെയും ഉള്ളിലും പുറത്തും ഇരിക്കുന്നവനാണെങ്കിലും ആരാലും കാണപ്പെടുവാൻ കഴിയാത്തവനും. തന്ത്രിക്കും കാണാൻ പറ്റില്ല, മന്ത്രിക്കും മന്ത്രം ജപിച്ചാലും കാണാൻ പറ്റില്ല. അതങ്ങനെയാണ്. ഞാനല്ല പറഞ്ഞത്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതായത് പരിഭാഷ ആരെ ചോദിക്കേണ്ട, വേദവ്യാസർ പറഞ്ഞതാണ് ഈ പറഞ്ഞത്. വേദവ്യാസർ ആരാ? കൃഷ്ണദ്വൈപാനൻ, ഭഗവാൻ കൃഷ്ണൻ തന്നെ. അപ്പോൾ ആരാലും കാണപ്പെടുവാൻ കഴിയാത്തവനും പ്രകൃതി കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവനും പ്രകൃതിയെയും പ്രകൃതി കാര്യങ്ങളെയും അതാത് കാര്യങ്ങളിൽ ഏർപ്പെടുത്തി വേണ്ട വിധം നിയമിക്കുന്നവനും എങ്ങും നിറഞ്ഞിരിക്കുന്നവനും ആദ്യനുമായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നേൻ. 19ാമത്തെ ശ്ലോകം. മായാജവനികാശന്നം അജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസി മൂഢദൃശാ നടോ നാട്യധരോ യഥാം മായാജവനികാശന്നം അജ്ഞാധോക്ഷജമവ്യയം അധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നടോ നാട്യധരോ യഥാ. എല്ലാറ്റിനും ഉത്തരമുണ്ട് ഇതിൽ. ഇതെന്തൊക്കെ സംശയമുണ്ടോ അതിനൊക്കെ ഉത്തരമുണ്ട്. എന്താ? മായയാകുന്ന തിരശീലയാൽ ഏറ്റവും മറയ്ക്കപ്പെട്ടവനും. ഭഗവാൻ എന്തുകൊണ്ടാണ് കാണുന്നത്? മായയാകുന്ന തിരശീലയാൽ ഏറ്റവും മറയ്ക്കപ്പെട്ടവനും ഇന്ദ്രിയങ്ങൾക്കുള്ള അറിവിൽ ഉൾപ്പെടാത്തവനും. അധോക്ഷജം എന്ന് പറഞ്ഞാൽ എന്താ? അധോക്ഷജം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിന് വിഷ്ണു എന്ന് പറഞ്ഞാൽ അത് അർത്ഥമായില്ല. ഇന്ദ്രിയങ്ങൾക്കുള്ള അറിവിൽ ഉൾപ്പെടാത്തവനും നാശരഹിതനും. അവ്യയം, നാശരഹിതനാണ്. നിന്തിരുവടി വേഷം ധരിച്ചിരിക്കുന്ന കളിക്കാരൻ എന്ന പോലെ അറിവില്ലാത്തവരുടെ ദൃഷ്ടി കൊണ്ട് കാണപ്പെടുന്നില്ല. ആദ്യം പറഞ്ഞു കാണപ്പെടും, പിന്നെ പറഞ്ഞു അറിവില്ല, മൂഢദൃശ കാണപ്പെടുന്നില്ല. അറിവില്ലാത്ത ഞാൻ നമസ്കരിക്കുന്നേ. അപ്പോൾ ശരിക്കും സത്യത്തിൽ എന്താ? അറിവോട് കൂടിയിട്ടാണ് നമസ്കരിക്കുന്നത്. അറിവുള്ളവർ പറയില്ല എനിക്ക് അറിവുണ്ട് എന്നുള്ളത് പറയില്ല. എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല? അതിൻ്റെ പരിഭാഷ. എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം മായയാകുന്ന തിരശീലയാൽ മറക്കപ്പെട്ടിരിക്കുന്നവനാണ്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തവനാണ്. അപരിച്ഛിന്നനുമായ അങ്ങേ പിരിച്ചെടുക്കാൻ പറ്റില്ല, അപരിച്ഛിന്നനാണ്. വേഷം കെട്ടി നടക്കുന്നവൻ്റെ യഥാർത്ഥ നാമരൂപങ്ങളെ കളി കാണുന്നവർ അറിയാത്തതുപോലെ. ഇപ്പം കഥകളിയിൽ നോട്ടീസിലില്ലെങ്കിൽ ആരാണ് രാമൻകുട്ടി ആശാൻ, ആരാണ് പത്മനാഭ ആശാൻ, അല്ലെങ്കിൽ ആരായിരുന്നു എന്നാണ് ആശാൻ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ വേഷത്തിൻ്റെ രീതി അങ്ങനെയാണ്. പിന്നെ വേഷം അറേഞ്ച് ചെയ്തവർ പറഞ്ഞ് അനൗൺസ് ചെയ്യും, ഇന്ന ആളാണ്, മഹാഗേമനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓ ശരി. കാരണം അല്ലെങ്കിൽ അതിൽ അത്രയും നമ്മൾക്ക് താല്പര്യം ഉണ്ടാവണം. മുദ്രകളെപ്പറ്റി, നാട്യത്തിനെപ്പറ്റി, നാട്യശാസ്ത്രത്തെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, താളബോധത്തിൻ്റെ വാദ്യകലയെ പറ്റിയിട്ടൊക്കെ നമുക്ക് ബോധ്യമുണ്ടായാൽ നമുക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ വേഷം കെട്ടി കളിക്കുന്നവൻ്റെ യഥാർത്ഥ നാമരൂപങ്ങളെ കളി കാണുന്നവർ അറിയാത്തതുപോലെ. ഈ ഒരു വാക്കുണ്ടല്ലോ, ഈ യഥാർത്ഥ നാമരൂപങ്ങളെ കളി കാണുന്നവർ അറിയാത്തതുപോലെയാണ് ആൾക്കാരെ ഈ വിഗ്രഹത്തിൽ നടക്കുന്നത്, വിഗ്രഹത്തെ ആരാധിക്കുന്നത്. എന്തും ഏതും ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ 100 കുടം പാലൊഴിക്കണതും 1 തുടം പാലൊഴിക്കണതും ആ പാല് കൊണ്ട് ഭഗവാനെ
ആരാധിക്കുക, കുളിപ്പിക്കുക, അത്രയേ ഉള്ളൂ. അതൊരു ഭാവനയാണ്. ബാക്കിയുള്ളതൊക്കെ ന്യൂട്രീഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കണം. വേസ്റ്റാക്കരുത്, വെള്ളത്തിലൊഴിച്ച് കളയരുത് വെറുതെ. ഭഗവാൻ തന്നെ അതൊക്കെ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ നാമരൂപങ്ങളെ കളി കാണുന്നു അറിയാത്തതുപോലെ അങ്ങയുടെ അത്ഭുത ശക്തിയെ അറിയാത്തവർ അറിയുന്നില്ല. ആ വിധം അറിയാത്തവരിൽ ഒരുവളായ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു എന്ന് ഭവ്യതയോടുകൂടി കുന്തി ദേവി കൃഷ്ണനോട് പറഞ്ഞു. അടുത്ത ശ്ലോകം 20. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം, ചളി പുരളാത്തവൻ അർത്ഥം, അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാം. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രീയാം. ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയും തിരിച്ചറിഞ്ഞവർക്ക്, അതിനാണ് ഈ പരമഹംസന്മാരെ രാമകൃഷ്ണ പരമഹംസൻ എന്ന് പറഞ്ഞെന്താ, പാലും വെള്ളവും ഒഴിച്ചു കൊടുത്താൽ പാലിനെ മാത്രം സ്വീകരിച്ച് വെള്ളത്തെ നിരാകരിക്കുന്ന ഹംസത്തിൻ്റെ വിദ്യ അറിയുന്നവൻ അർത്ഥം. ഹംസവിദ്യ അറിയുന്നവനെയാണ് പരമഹംസന്മാരെന്ന് പറയാം. അപ്പോൾ ഭഗവാൻ വിഷ്ണു ഹംസരൂപം എടുത്തിട്ടുണ്ട്. എന്താ, ബ്രഹ്മാവും തൻ്റെ മാനസപുത്രനായിരിക്കുന്ന നാരദരും കൂടിയുള്ളൊരു സംവാദത്തിൽ ബ്രഹ്മാവിന് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഭഗവാൻ ഹംസരൂപത്തിൽ ഒന്ന് സംസാരിച്ചു എന്നാ. ഭഗവാൻ ഏത് രൂപവും എടുക്കാം. അപ്പോൾ ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയും, ശരീരം ആത്മാവ് നിർഗമിച്ചാൽ ശരീരം ശവായി, അത് അനാത്മവസ്തുവാണ്, അത് സ്വയം ക്ഷയിക്കും. അപ്പോൾ ഭഗവാൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ചൈതന്യം ഇറങ്ങിപ്പോയി എന്നാ. അപ്പോൾ പരീക്ഷിത്ത് ഉത്തരയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് ശംഖചക്രകഥാരൂപത്തോടുകൂടി അങ്കുഷ്ടപ്രായത്തിൽ മഹാവിഷ്ണു ഉത്തരയുടെ മാംസപിണ്ഡത്തെ സ്വതേജസ് കൊണ്ട് സുദർശനം കൊണ്ട് രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ ശക്തിപ്രഭാവം കൊണ്ട് രക്ഷിച്ചു എന്നർത്ഥം. അതിൻ്റെ കഥാരൂപത്തിലാകുമ്പോൾ ഇതൊക്കെ വേണം, അങ്കുഷ്ടപ്രായും. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വെയിന് കൂടെ സ്റ്റണ്ട് ഇറക്കണില്ലേ ശരീരത്തിൽ, അത് വിശ്വസിക്കാമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? എല്ലാം വിശ്വസിക്കാം, പക്ഷെ ആ വിശ്വാസം വിശ്വത്തിന് ആശ്വാസമായിരിക്കണം. ലോകർക്ക് ശാന്തിയും സമാധാനം ഉണ്ടാകുന്നത് മാത്രമേ വിശ്വസിക്കാവൂ, തെറ്റായിട്ടൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ ഇതിനെ അപ്പോൾ എന്താ പറഞ്ഞത്, ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയും തിരിച്ചറിയുന്നവർക്കും മനനം ചെയ്യുന്ന ശീലമുള്ളവർക്കും, മുനീനാം എന്ന് പറഞ്ഞാൽ മനനം ചെയ്ത് അറിയുന്നവരെന്നർത്ഥം. അമലാത്മനാം, മനസ്സിൽ നിന്ന് രാഗാദിവൃത്തികളെ അകറ്റി വരുക്കും. രാഗദോഷങ്ങളില്ലാത്തവർക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞാൽ എത്ര ആള് പുറത്തു പോവും? ഗുരുവായൂരമ്പലത്തിൽ രാഗദ്വേഷമുള്ളവർ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കത്തിയോ തോക്കോ കയ്യിൽ ശരീരത്തിലുണ്ടോയെന്നാണല്ലോ ഈ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഭാഗവതം പറയണു, കാമക്രോധ മത മത്സര ലോഭ ഭയാദികളാകുന്ന ഷഡ്വൈരികളെ അർജുന നീയെ നിഹനിക്ക് എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പുറത്ത് നിന്നിട്ട് പറയാണ്, ഈ ഷഡ്വൈരികളുള്ളവരാരും അർത്ഥ കിടക്കുകയെന്ന് പറഞ്ഞാൽ ആരാ പോകാൻ്റെ ഉള്ളിലേക്ക്? അപ്പോൾ ആര് പോയാലും പോയതെങ്കിലും ഫലം വേണോ? ഭഗവാൻ പറഞ്ഞവർക്കേ ഫലമുള്ളൂ. പിന്നെ ഞാനും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പോൾ ചിലവരെ എഴുതാറുണ്ട്, എന്തിനാ ഗുരുവായൂരപ്പണ്? ഗുരുവായൂരപ്പൻ്റെ പ്രസാദം കഴിക്കാൻ. എന്താ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം? ഭക്തി, അല്ലാണ്ട് രുചിയല്ല. ഭക്തി ഉണ്ടോ അവർ മിതാഹാരികളാവും, അവർക്ക് അധികം കഴിക്കും വേണ്ട. അവർക്ക് ഭഗവത്ഗീത പ്രഭാഷണം കേട്ടാൽ വയറ് നിറയുന്ന ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്, അധികം ആൾക്കാരല്ല.
കുറച്ച് ആൾക്കാർക്ക് ഭാഗവതം കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭക്തിയോഗ, അപ്പോൾ പറഞ്ഞു രാഗാദി വൃത്തികളെ അകറ്റിയവർക്കും അപ്രകാരം ഭക്തിയോഗത്തെ ചെയ്യുവാനായിക്കൊണ്ട് സ്ത്രീകളായ ഞങ്ങൾ എങ്ങനെ കാണും? ഞങ്ങളൊക്കെ സ്ത്രീകളല്ലേ, ഞങ്ങളെങ്ങനെയാ പരമഹംസന്മാരെ പോലെ അങ്ങയെ ധ്യാനിക്കുക? നല്ലൊരു ചോദ്യമാണത്. അപ്പോൾ അതിൻ്റെ പരിഭാഷ നമുക്ക് കേൾക്കാം. ജീവാത്മ പരമാത്മ ഭേദത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന പരമഹംസന്മാർ. ജീവാത്മ പരമാത്മ ഭേദം, ജീവാത്മാവിൻ്റെ പരിധി എന്താണ്, പരമാത്മാവിൻ്റെ പരിധിയില്ലായ്മ എന്താണ്? നമ്മളൊക്കെ ഫൈനൈറ്റാണ്, ഈശ്വരൻ ഇൻഫൈനൈറ്റാണ്. നമ്മളൊക്കെ കണ്ടീഷണൽ ക്ലോസിലാണ്, ഭഗവാൻ അൺകണ്ടീഷണലാണ്. അപ്പോൾ ജീവാത്മ പരമാത്മ ഭേദത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന പരമഹംസന്മാരും ആത്മരൂപത്തെ എപ്പോഴും മനനം ചെയ്തിരിക്കുന്ന മുനിമാരും. മുനിമാരെ എന്താ ചെയ്യണത്? ആത്മരൂപത്തെ കണ്ണടച്ചിട്ടാണ് ധ്യാനിക്കണത്. അവരുടെ തലയിൽ കൂടെ ആരും അഭിഷേകം ചെയ്യണില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ കൃഷ്ണനുണ്ട്. അപ്പോൾ ഈ ചൈതന്യം ഉള്ളിൽ നശിക്കാതെ കണ്ടിരിക്കണത് പ്രാണൻ മാത്രം ശ്വസിച്ചുകൊണ്ടാണ്. ആദ്യം ഇലകൾ, പിന്നെ വേറെ കിഴങ്ങൊക്കെ കഴിക്കും, പിന്നെ അത് ഒഴിവാക്കും, പിന്നെ ഇലകളാവും. ആദ്യം പച്ച ഇലകളാവും, പിന്നെ ഉണങ്ങിയ ഇലകളാവും, പിന്നെ വെള്ളം മാത്രമാവും, പിന്നെ പ്രാണൻ മാത്രമാവും. പ്രാണനെ നിരോധിച്ച് തപസ് ചെയ്യുമ്പോഴാണ് ഭഗവാൻ എഴുന്നള്ളുന്നത്. അപ്പോൾ പ്രാണസ്വരൂപനായിട്ട് ഉള്ളിലുള്ള രൂപത്തിലാണ് പുറത്തു വരിക. അപ്പോൾ പിന്നെ നാരദ ഋഷി പിന്നെ ധ്രുവന് പറഞ്ഞു കൊടുത്തിട്ടുള്ള മഹാമന്ത്രത്തിൻ്റെ ആകൃതിയെ മനനം ചെയ്യുമ്പോൾ ആ ആകൃതിയിലാണ് ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് വന്ന് നിന്നത്. അപ്പോൾ നമ്മൾക്ക് സങ്കല്പശക്തി കൊണ്ട് നമ്മുടെ സങ്കല്പശക്തി കൊണ്ട് ഭഗവാൻ ആ സങ്കല്പത്തിലുള്ള രൂപത്തിൽ വരും. പക്ഷെ അതിന് ആദ്യം എന്ത് ചെയ്യണം? ഭഗവാന്റെ ഭക്തനാണെന്ന് ഭഗവാൻ ബ്രാക്കറ്റിൽ പറഞ്ഞാൽ മാത്രമേ ഈ കഴിവുകൾ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. പുസ്തകം വായിച്ചിട്ടുണ്ടാവുന്ന അറിവും അനുഭവം ഗുരു എന്ന് പറഞ്ഞതും കൂടി വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം കുഴിച്ച കിണറ്റിൽ വെള്ളം കാണണം, ഇന്ന് കുഴിച്ച കുഴി എത്ര ആളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കുഴിക്കാൻ തുടങ്ങിയാണ്, എനിക്കിപ്പോൾ വെള്ളം കാണണമെന്നുകൊണ്ട് ഷടിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അല്ലെങ്കിൽ ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് അത് ഭഗവാൻ പറയണു 25 വർഷം വേദാധ്യയനം ചെയ്യണു, 25 വർഷം കുടുംബജീവിതം ചെയ്യൂ, 25 വർഷം വാനപ്രസ്ഥം ചെയ്യൂ, പിന്നുള്ള കാലം സന്യാസം ചെയ്യൂ. 10-12 വയസ്സാകുമ്പോഴേക്കും സ്വാമിജി ആയില്ലേ ആൾക്കാരെ? എനിക്കറിയില്ല ആ വിദ്യ എന്താണെന്നുള്ളത്. അതവിടെയാണ് പ്രശ്നം മുഴുവൻ. ഒരു നാട്ടിലുള്ളവരെ മുഴുവൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണോ ആ നാട്ടിൽ വരുന്ന ആചാര്യൻ ഇവിടെയുള്ളവർക്ക് ഒന്നും അറിയില്ല, നിങ്ങൾ വേദാന്തമൊന്നും പറയണ്ട എന്ന് ശിഷ്യഗണങ്ങളെ പറഞ്ഞ് പ്രബുദ്ധരായിട്ട് നാടുവിട്ടാലത്തെ സ്ഥിതി എന്താ? അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ജീവാത്മ പരമാത്മഭേദത്തെ നന്നായി അറിഞ്ഞിരിക്കുന്ന പരമഹംസന്മാരും ആത്മരൂപത്തെ എപ്പോഴും മനനം ചെയ്തിരിക്കുന്ന മുനിമാരും രാഗാദിദോഷങ്ങളെ മനസ്സിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സത്തുക്കളും നിന്തിരുവടിയെ നന്നായി അറിയുന്നില്ല എന്നാ. അപ്പോൾ ഈ ജീവാത്മ പരമാത്മ ഭേദത്തെ നന്നായി ഹംസന്മാരും കൂടി അറിയണില്ല എന്ന് പറഞ്ഞാൽ നിന്തൊരുവടിയെ നന്നായി അറിയുന്നില്ല എന്നാണ്. അങ്ങനെ ഇരിക്കെ സ്ത്രീകളായ ഞങ്ങൾ, എന്നെപ്പോലുള്ളവർ അങ്ങയെ എങ്ങനെ അറിയും? അറിവില്ലാത്ത ഞങ്ങൾക്ക് നിന്തിരുവടിയെക്കുറിച്ചുള്ള ഭക്തിയോഗം എങ്ങനെ സിദ്ധിക്കും? അതുകൊണ്ട് അറിവില്ലാത്തവളായി ഞാൻ നമസ്കരിക്കുക മാത്രം ചെയ്യുന്നു.
ഈ ഒരു ഉദാത്തമായ സിൻസിറിറ്റി ഭാഗവതത്തിൽ കുന്തിദേവിക്ക് അല്ലാണ്ട് എത്ര സ്ത്രീകൾക്കുണ്ട്? ഭാഗവതത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിൽ എത്ര സ്ത്രീകൾക്കുണ്ട്? എത്രയോ സ്ത്രീകൾ ആചാര്യന്മാരും പിന്നെ എന്താണെന്നാ പറയുക പ്രബുദ്ധതയുള്ള പൗരാണികരും ആവുന്നുണ്ട്. ആയിക്കോട്ടെ. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ കുന്തി ദേവീനെക്കാളിലും ശ്രേയസ്സായിട്ട് എത്ര സ്ത്രീകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്? ഭഗവാൻ നമ്മൾക്ക് ഓരോരുത്തരും ഓരോ വടി തന്നിട്ട് അടിച്ചോളാൻ പറയാണ്. എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം അത്രത്തോളം നമുക്ക് അടിക്കാം. എന്നിട്ട് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തനായിരിക്കുന്ന ചെറുശ്ശേരിയിൽ കരുണാകരൻ പിള്ള അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഭ്രാന്തൻ ചെക്കനുണ്ട്, അവനോട് പറയണം പ്രൊഫഷണലായിട്ട് പോണ്ട, അമേച്ചറായിട്ട് നിന്നാൽ മതി എന്നുള്ളത്. അതല്ലേ ശരി? ഈ ഭ്രാന്ത് ഇതൊരു തരം ഭ്രാന്താണ്. ഈ ഭ്രാന്തിനാണ് ഉന്മാദം എന്ന് പറഞ്ഞത്. സാക്ഷിയായിട്ട് എടുക്കുക, ബാക്കിയൊന്നും നമുക്ക് പ്രശ്നമല്ല. ആര് നമ്മളെ അവഹേളിച്ചാലും ആര് നമ്മളെ കാക്കരിച്ച് തുപ്പിയാലും അത് നമ്മളെ ബാധിക്കില്ല. ആര് ശുനകൻ്റെ മോനെന്ന് വിളിച്ചാലും നമ്മളെ അത് ബാധിക്കില്ല. നമ്മളതിന് ശേഷം ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി അടുത്ത ശ്ലോകം ആണ് ഇതിൻ്റെ നാരായ പേര്. ശ്ലോകം 21. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമാം. ഭാഗവതത്തിൽ 14,000 ഓഡ്സ് ശ്ലോകങ്ങളുണ്ട്. അതിൽ 4000 ചില്ലാൻ ശ്ലോകങ്ങൾ ഇങ്ങനെയാണ്, ഭഗവാനെ സ്തുതിയാണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വിട്ടോളൂ. ഇതിൻ്റെ അർത്ഥം ഈ 4000 ശ്ലോകങ്ങൾ ഭക്തിയുക്തമായിട്ട് ഭഗവാനെ അഭിസംബോധന ചെയ്യുന്ന ശ്ലോകങ്ങൾ അർത്ഥം പഠിച്ചാൽ ഭക്തിയോഗമായി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അത് വാക്കാർത്ഥം പറയുമ്പോൾ വസുദേവൻ്റെ പുത്രനും ദേവകിയുടെ പുത്രനും നന്ദഗോപൻ്റെ കുമാരനും, അവിടെ മകനല്ല ഉപയോഗിച്ചത്, കുമാരൻ എന്നാണ് പറഞ്ഞത്. നന്ദഗോപൻ്റെ കുമാരനും ഗോക്കളെ പാലിക്കുന്നവനുമായ. ഇത് ഈ ഗോവിന്ദായ എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ മിസ്ലീഡിങ് ആണ്. ഗോക്കളെ ഇവിടെ കഥയിലെ ആ സന്ദർഭത്തിന് ഇത് ശരിയാണ്. ബാക്കിയുള്ളതിന് ഗോ എന്നുള്ള ശബ്ദത്തിന് ഭൂമി എന്നർത്ഥമുണ്ട്, ജ്ഞാനം എന്നൊരു അർത്ഥമുണ്ട്. അത് ബാംഗ്ലൂരിലെ ഒരു യതി പറഞ്ഞിട്ടൊരു ആളുണ്ട്, ഒരു മഹാൻ യോഗി യതി. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ, ഒരു ക്രിസ്ത്യൻ പേരാണ് അദ്ദേഹത്തിന്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്, ഞാൻ ബോംബെയിൽ IIT-യിലുള്ളപ്പോൾ എനിക്ക് എഴുതി തന്നു. അതായത് ഫേസ്ബുക്ക് കൂടെ എഴുതി പറയാണ്, പട്ടാമ്പി ഈ ഗോ എന്നുള്ളതിന് നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്ന അർത്ഥം മാത്രമല്ല ഉള്ളൂ കേട്ടോ, തന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം. ഗോ എന്നുള്ളതിന് അറിവെന്നാണ്. അറിവുള്ളവരുടെ ഇന്ദ്രനാണ് ആര്? ഗോവിന്ദൻ. അപ്പോൾ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞാൽ ഭൂമണ്ഡലത്തിൽ എവിടെയൊക്കെ അറിവുള്ളവർ, ഭാഗവതത്തിനെ അറിയുന്നവർ, ഭഗവാനെ അറിയുന്നവർ ആണെങ്കിൽ ഭാഗവതത്തെ അറിയണം. ആ അറിവുള്ളവരുടെ നാഥനാണ് ഗോവിന്ദൻ. അതാണ് ആപ്റ്റ്. അല്ലാണ്ട് ഈ ഗോക്കളെ പാലിക്കുന്ന പറഞ്ഞാൽ പശുവിനെ കാണാത്ത ആൾക്കാരുണ്ട്, പശുവിനെ തൊട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ട്, എനിക്കറിയാം. പശുവിനെ വളർത്തേണ്ട കാര്യം പിന്നെ പോട്ടെ, അതാണ്. അപ്പോൾ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അവിടെ നിർത്താം. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം കൂടി പറയണല്ലോ. ജ്ഞാനയോഗവും ഭക്തിയോഗവും അറിവില്ലാത്ത ഞാൻ കേവലം നമസ്കരിക്കുന്നുവെന്ന് 2 പദ്യങ്ങൾ കൊണ്ട് പറയുന്നു. വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായി അവതരിച്ചും നന്ദഗോപൻ്റെയും യശോദാദേവിയുടെയും പുത്രനായി വളർന്നു.
ഒരാൾക്ക് മറ്റുള്ളവർക്ക് അതൊക്കെ പറഞ്ഞാൽ പറയാൻ തന്നെ ഉണ്ട്. അതായത് വസുദേവരും ദേവകി ദേവിയും അങ്ങ് പുത്രനായി ജനിക്കണമെന്നേ പ്രാർത്ഥിച്ചത് മാത്രമേ കൊടുക്കുള്ളൂ. നേരെ മറിച്ച് നന്ദഗോപരും യശോദമ്മയും എന്താ പറഞ്ഞത്? അങ്ങയെ പുത്രഭാവേന വളർത്താനുള്ള ഭാഗ്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും അദ്ദേഹം ഒരു അവതാരത്തിൽ കഴിച്ചു. എന്നാൽ നമ്മൾ സാധാരണക്കാരൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നല്ല വഴി കാണിക്കണേ, നല്ല ബുദ്ധി തരണേ. നല്ല ബുദ്ധിയും നല്ല വഴി ഉണ്ടായാൽ മോക്ഷമായി. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിനോടും പ്രതിബദ്ധതയില്ലാതെ കണ്ട് ഫ്ലോട്ട് ചെയ്യുക, നിഷ്കാമകർമ്മം ചെയ്ത് ജീവിത സന്ധരണം ചെയ്യുക. ഇതറിയാതെ കണ്ട് ഇന്നന്ന മന്ത്രത്തിന് ഇന്നന്ന ഗുണമുണ്ട് ജപിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഒരു പരവശത ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനെ വിറ്റ് തിന്നരുത് എന്ന് പറയാൻ കാരണം ഇത് ധനാഗമ മാർഗത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്ന് തന്നെയാണ്. ജീവിതശൈലിക്ക് കല്ലേറ്റിയാലും ഇതേമാതിരി തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കരുത്. ഈ കൊറോണ സമയത്ത് മദ്ദള കലാകാരന്മാർ അവർ എല്ലാവർക്കും പ്രമാണം പറ്റില്ലല്ലോ. കുറേ ആൾക്കാർ കൂട്ടിക്കൂട്ടണ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അവരൊക്കെ കല്ലെടുത്ത് ജീവിച്ചിട്ടുണ്ട്. ഞാൻ അവരെ മനസ്സുകൊണ്ട് നമിച്ചു. കാരണം എന്താ? അറിയുന്ന ജോലി ചെയ്യുക. അല്ലാതെ കൊണ്ട് യോഗ്യന്മാരുള്ള ദേശത്ത് പോയിട്ട് അയോഗ്യത്തരം പറഞ്ഞ് പരത്താൻ പാടില്ല. ഭഗവാൻ ക്ഷമിക്കില്ല. അപ്പോൾ എനിക്ക് ഈ സമൂഹത്തിനോടുള്ളൊരു പ്രതിബദ്ധത ഉണ്ട് എനിക്ക്. എന്താ? എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അപ്പോൾ അവർ തെറ്റായ മാർഗത്തിൽ പോണത് കാണുമ്പോൾ ഉള്ള ഒരു വൈഷമ്യം മനസ്സിലായില്ലേ? എൻ്റെ ഗുരുനാഥൻ എന്താ പറഞ്ഞത്? ആർക്കും ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും സത്യത്തിന് തുറന്നു പറ. സത്യവാൻ ലഭതേ കാര്യം, സത്യമേവ ജയതേ. അത് എന്നെ വളരെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗുരുത്വസമ്പൂർണമായ ഒരു ജീവിത ശൈലി പ്രദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ എന്താണെന്ന് പറയുക, കൃതജ്ഞതയുള്ള ഒരാളാണ്, കൃതകൃത്യനാണ് ഞാൻ. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.